എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു കേക്കാണ് കേട്ടോ. വിപ്പിംഗ് ക്രീം ഒന്നും ഇല്ലാതെ തന്നെ സാധാരണ നമ്മുടെ വീടുകളിൽ കാണുന്ന ചേരുവകൾ വെച്ചിട്ട് ഒരു ക്രീം ഉണ്ടാക്കി സ്റ്റീൽ പാത്രത്തിൽ ബേക്ക് ചെയ്തിട്ട് എടുക്കുന്ന ഒരു കേക്കാണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ ഇത് എഗ്ഗ്ലെസ് കേക്കാണ്. അപ്പോൾ ക്രീമോ ഒന്നും ഇല്ലെങ്കിൽ തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണ് കേട്ടോ. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ തൈരാണ് വേണ്ടത്. തൈര് എടുക്കുമ്പോൾ ഒരുപാട് പുളിയില്ലാത്ത തൈര് വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു 1/2 കപ്പ് അളവിൽ തൈര് ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് അളവിൽ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര പൊടിച്ചിട്ട് വേണം നമ്മൾ 1 കപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. 250 ml ഈ ഒരു കപ്പിൽ 1 കപ്പ് അളവിൽ പൊടിച്ച പഞ്ചസാര ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു തൈരും പഞ്ചസാര പൊടിയും കൂടെ നല്ല പോലെ തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതുപോലെ ഒരു വിസ്കോ അല്ലെങ്കിൽ ഒരു സ്പൂണോ ഫോർക്കോ വെച്ചിട്ട് നല്ല പോലെ തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതിവിടെ നല്ല പോലെ തന്നെ നമ്മളൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് അളവിൽ ഓയിലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഓയിൽ നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഓയിലും കൂടി ചേർത്തിട്ട് നല്ല പോലെ തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ആ ഓയിലും പഞ്ചസാരയൊക്കെ നല്ല പോലെ ഒന്ന് മിക്സ് ആകുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് 1/2 കപ്പ് അളവിൽ മൈദാമാവാണ്. 250 ml ഈ ഒരു കപ്പിൽ 1/2 കപ്പ് അളവിൽ മൈദാമാവ് ഞാൻ ഈ ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് 1/2 ടീസ്പൂൺ ആണ്. അപ്പോൾ ഈ ഒരു 1/2 ടീസ്പൂണിൽ 2 സ്പൂൺ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയാണ്. അപ്പോൾ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല പോലെ തന്നെ നമുക്കിതൊന്ന് അരിച്ചിട്ടെടുക്കണം. അപ്പോൾ പൊടി ഇതുപോലെ നമ്മൾ നന്നായിട്ടൊന്ന് അരിച്ചെടുത്തതിന് ശേഷം ഇനി ഇത് നല്ല പോലെ തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതുപോലെ നന്നായിട്ട് തന്നെ നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇനി ഇതിലേക്ക് ഞാനൊരു 3/4 കപ്പ് അളവിൽ പാൽ എടുത്തിട്ടുണ്ട്. പാല് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന പാലൊക്കെ ആണെങ്കിൽ ഇത് വെളിയിലേക്ക് എടുത്ത് വെച്ച് കൊടുത്തിട്ട് നല്ല പോലെ അതിൻ്റെ തണുപ്പ് പോയതിന് ശേഷം മാത്രം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. 3/4 കപ്പ് പാല് നമ്മൾ ഇതിലേക്ക് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാതെ കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഒട്ടും തന്നെ കട്ടകളില്ലാതെ വേണം നമ്മളിത് മിക്സ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 3/4 കപ്പ് പാല് മുഴുവനും ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടില്ല, ഒട്ടും തന്നെ കട്ടകളൊന്നും ഇല്ലാതെ നല്ല പോലെ തന്നെ ഞാനിവിടെ നിന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കേക്കിൻ്റെ ബാറ്ററിൻ്റെ ഒരു പരുവം. ഈ ഒരു പരുവത്തിന് വേണം നമ്മൾ മിക്സ് ചെയ്തിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിത് ബേക്ക് ചെയ്തിട്ട് എടുക്കുന്നത് ഇതുപോലത്തെ ഒരു സ്റ്റീൽ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടാണ്. അപ്പോൾ സ്റ്റീൽ പാത്രം ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതിലേക്ക് ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്താൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. അപ്പോൾ ഒരു ബട്ടർ പേപ്പർ ഞാൻ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ല പോലെ തന്നെ നമുക്ക് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഓയിൽ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഈ ഒരു കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ്. ചെറിയതായിട്ട് നമുക്കൊന്ന് കൊട്ടിക്കൊടുക്കാം, എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഈ കേക്ക് ബേക്ക് ചെയ്യുന്നത് ഇതുപോലത്തെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തിട്ടാണ്. ഈ ഒരു പാത്രത്തിലേക്ക് ഞാൻ ഇതുപോലൊരു സ്റ്റാൻഡ് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഈ ഒരു മൂടിയിലുള്ള ഒരു ഹോള് നമ്മൾ എന്തെങ്കിലും വെച്ചൊന്ന് അടച്ചു വെച്ച് കൊടുക്കുക, ആവി വെളിയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി മൂടി വെച്ച് അടച്ചു കൊടുത്തിട്ട് ഒരു ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് ഒരു 8-9 മിനിറ്റ് നമുക്ക് ഈ ഒരു പാത്രം ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഒരു 8-9 മിനിറ്റ് ആയി ഞാനിതൊന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുത്തിരിക്കുന്ന പാത്രമാണ്. ഇതിലേക്ക് ഇനി നമുക്ക് ഈ ഒരു പാത്രം ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി മൂടി വെച്ച് അടച്ചു കൊടുത്തിട്ട് കേക്ക് നമുക്ക് നല്ല പോലെ തന്നെ ഒന്ന് ബേക്ക് ചെയ്തിട്ട് എടുക്കാം.
ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് വേണം നമ്മൾ ഈ ഒരു കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. കേക്ക് നമുക്ക് ബേക്കായി വരുന്ന ഒരു സമയം എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന ഒരു പാത്രത്തിൻ്റെയും കൂടെ അനുസരിച്ചാണ്. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 50-55 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതുപോലെ ഒന്ന് തുറന്ന് നോക്കാം. ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുത്തി നോക്കുക അകം വെന്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. സ്റ്റിക്ക് ഇവിടെ നല്ല ക്ലീൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഈ ഒരു സൈഡൊക്കെ ഇതുപോലെ കുത്തി നോക്കുമ്പോഴത്തേക്ക് നല്ല പോലെ ചിലപ്പോൾ വെന്ത് കിട്ടും. അപ്പോൾ ചില സമയത്ത് സെൻറ്റർ ഭാഗം നമുക്ക് കുറച്ചും കൂടി വേകാനുണ്ടാകും. അപ്പോൾ ആ ഒരു സെൻറ്റർ ഭാഗം കൊണ്ട് നമ്മൾ ഇതുപോലെ ഒന്ന് കുത്തി നോക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു സെൻറ്റർ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു പാത്രം നമുക്ക് വെളിയിലേക്ക് എടുത്ത് വെച്ച് കൊടുത്തിട്ട് ഒരു കേക്ക് നല്ല പോലെ തണുത്ത് വന്നതിന് ശേഷം ആ ഒരു പാത്രത്തിൽ നമുക്ക് വെളിയിലേക്ക് എടുക്കാം. അപ്പോൾ ഒരു കേക്കിൻ്റെ ചൂട് നല്ല പോലെ പോകുന്ന ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ക്രീം റെഡിയാക്കിയിട്ട് എടുക്കാം. ഈ ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഒരു 1/2 കപ്പ് അളവിൽ വറുത്ത റവ ചേർത്ത് കൊടുക്കാം. വറുക്കാത്ത റവയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാനൊരു 1 കപ്പ് അളവിൽ പാലെടുത്തിട്ടുണ്ട്. അതായത് 250 ml പാലെടുത്തിട്ടുണ്ട്. അതിലൊരു 3/4 കപ്പ് ആദ്യം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബാക്കി ഒരു 1/4 കപ്പ് നമുക്ക് മാറ്റി വെക്കാം. ഇതിലേക്ക് ഞാനൊരു 2 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. നല്ലപോലെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളൊരു 5-6 മിനിറ്റ് റവ ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കുക. അപ്പോൾ ഒരു 8 മിനിറ്റ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. റവ നമുക്ക് നല്ല പോലെ തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയുടെ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ബാക്കിയുള്ള ഒരു 1/4 കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒട്ടും തന്നെ ഒരു റവയുടെ തരികളൊന്നും ഇല്ലാതെ നല്ല പോലെ തന്നെ നമ്മളൊന്ന് അരച്ചിട്ടെടുക്കണം. അപ്പോൾ ഇത് കണ്ടില്ല, ഒട്ടും തന്നെ തരികളൊന്നും ഇല്ലാതെ നല്ല പോലെ തന്നെ ഞാൻ ഇവിടുന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിലേക്ക് വീണ്ടും ഞാൻ 1 കപ്പ് അളവിൽ പാലും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. 1 കപ്പ് പാൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്കിത് ഗ്യാസ് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിലേക്ക് നമ്മൾ ആക്കി കൊടുക്കണം. റവ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ തീ കൂട്ടിയിട്ടാൽ അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ നമ്മൾ ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഞാൻ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. പാൽപ്പൊടി നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും തന്നെ ഇതിവിടെ നല്ല പോലെ തന്നെ കുറുകി വരാൻ തുടങ്ങും. അപ്പോൾ ഇത് കണ്ടില്ല, അത്യാവശ്യം ഇതുപോലെ നന്നായിട്ടൊന്ന് കുറുകി വരാൻ തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കുക. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ല പോലെ തന്നെ നമുക്കിത് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഞാൻ ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ബട്ടറിന് പകരം നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. നെയ്യ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ നെയ്യുടെ ഒരു മണം ഉണ്ടാവും ആ ഒരു ക്രീമിന്. അപ്പോൾ അത് കുഴപ്പമില്ലെങ്കിൽ നമുക്ക് ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം ഈ ഒരു ബട്ടറിന് പകരം. തീ നമ്മൾ ഓഫ് ചെയ്താലും ആ ഒരു ചൂടിൽ കിടന്നിട്ട് ബട്ടർ നന്നായിട്ട് തന്നെ മെൽറ്റായി വന്നോളൂ. അപ്പോൾ ബട്ടറും കൂടി ചേർത്ത് നല്ല പോലെ തന്നെ ഞാനിവിടെ നിന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂട് നല്ല പോലെ പോയതിന് ശേഷം നമുക്കിതുപോലെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, നന്നായിട്ട് അതിൻ്റെ ചൂട് പോയതിന് ശേഷം മാത്രം വേണം നമ്മൾ ഇതുപോലെ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് ഞാനൊരു 10 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങളുടെ ഒരു മധുരത്തിനനുസരിച്ച് പഞ്ചസാരപ്പൊടിയുടെ അളവ് വേണമെങ്കിൽ കൂട്ടി കൊടുക്കാം കേട്ടോ. ആദ്യം നമുക്കൊരു 3 ടേബിൾ സ്പൂൺ പാലും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അത്യാവശ്യം നമുക്ക് മിക്സിയിൽ ഒന്ന് കറക്കി എടുത്തിട്ട് വരാം. 1/4 ടേബിൾ സ്പൂൺ അളവിൽ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ മിക്സിയിലൊന്ന് അടിച്ചെടുത്തതിന് ശേഷം വീണ്ടും ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ടോട്ടൽ ഞാൻ വീണ്ടും ഇതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് മിക്സിയിൽ ഒന്നും കൂടെ ഒന്ന് കറക്കി എടുത്തിട്ട് വരാം. അപ്പോൾ ഇതുണ്ടല്ലോ, നല്ല പോലെ തന്നെ നമ്മുടെ ഈ ഒരു ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത്, സാധാരണ നമ്മൾ കേക്കിൽ ചെയ്യുന്ന വിപ്പിംഗ് ക്രീമും ഈ ഒരു ക്രീമും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യരുത്. ഈ ഒരു ക്രീമിന് നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. പക്ഷേ ഞാൻ പറഞ്ഞതേ ഉള്ളൂ, നമുക്ക് വിപ്പിംഗ് ക്രീമിൻ്റെ ഒരു ടേസ്റ്റ് ഇതും തമ്മിൽ രണ്ടും വ്യത്യസ്തമാണ്. അപ്പോൾ ഈ ഒരു ക്രീമിന് ചെറിയൊരു ഗ്രീൻ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് മാത്രം ഫുഡ് കളർ ചേർത്ത് കൊടുക്കുകയാണ്. ഗ്രീൻ കളറാണ് ചേർത്തിരിക്കുന്നത്. എന്നിട്ട് നല്ല പോലെ തന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ ക്രീം ഇപ്പോൾ ഇവിടെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ നല്ല പോലെ തന്നെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇത് ഞാൻ ഈ ഒരു പാത്രത്തിൽ നിന്ന് അങ്ങ് എടുക്കുകയാണ്. ഈ ഒരു ബട്ടർ പേപ്പറും കൂടെ നമുക്കങ്ങ് എടുത്ത് കളഞ്ഞേക്കാം. കണ്ടില്ല, നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഈ ഒരു കേക്ക്. അപ്പോൾ ഇതിൽ ക്രീം ഒന്നും ചെയ്യാത്തതിന് ഇങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വാനില കേക്കാണ് കേട്ടോ ഇത്. നല്ല പോലെ ഒന്ന് തണുത്ത് വന്നതിന് ശേഷം ഇതിൻ്റെ മുകൾ ഭാഗം ചെറിയതായിട്ട് ഞാനൊന്ന് കട്ട് ചെയ്ത് മാറ്റാണ്.
എന്നിട്ട് ഈ കേക്ക് നമുക്ക് 2 ലെയർ ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഈ കേക്ക് ഞാൻ ഇവിടെ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ഈ ഒരു ലെയറിൽ ഞാൻ ഫോർക്ക് വെച്ച് ചെറുതായിട്ട് ഇതിലൊന്ന് കുത്തി കൊടുക്കുകയാണ്. അതിനുശേഷം നല്ലപോലെ തന്നെ നമുക്ക് ഷുഗർ സിറപ്പ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഷുഗർ സിറപ്പ് ഇതുപോലെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ക്രീമും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. നല്ലപോലെ തന്നെ ഈ ഒരു ക്രീമും എല്ലാ വശത്തും നമുക്ക് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം. രണ്ടാമത്തെ ഈ ഒരു ലെയർ കേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ ഷുഗർ സിറപ്പ് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുകളിലേക്കും ക്രീം ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ നമുക്കൊന്ന് കവർ ചെയ്തിട്ട് എടുക്കാം. കേക്ക് ഫുള്ളായിട്ട് തന്നെ നമുക്ക് ഈ ഒരു ക്രീം വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം, സൈഡും എല്ലാം. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ സൈഡ് മുകൾ ഭാഗം എല്ലാം ഞാൻ ഈ ഒരു ക്രീം വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിൻ്റെ സൈഡിൽ കൂടെ ചെറിയതായിട്ട് ചോക്ലേറ്റ് സിറപ്പ് ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. സെൻറ്ററിലായിട്ട് കുറച്ച് ചോക്കോ ചിപ്സും കൂടി ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഷുഗർ ബോൾസ് ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം 2 ചെറിയും കൂടി ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിലും കുറച്ചും കൂടി നന്നായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി ഒരു കേക്ക് നമുക്ക് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ച് കൊടുത്തിട്ട് അത്യാവശ്യം ഒന്ന് സെറ്റായി വന്നതിന് ശേഷം നമുക്ക് മുറിക്കാവുന്നതാണ്. അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അത്യാവശ്യം നന്നായിട്ടൊന്ന് സെറ്റായി വന്ന കേക്കാണ്. ഇത് ഞാനിനി നിങ്ങളൊന്ന് കട്ട് ചെയ്തും കൂടെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു കേക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വിപ്പിംഗ് ക്രീം ഒന്നും ഇല്ലാത്ത സമയത്ത് സിമ്പിളായിട്ട് ഇതുപോലെ ഒരു കേക്ക് ഉണ്ടാക്കിയിട്ട് നമുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റുന്ന ഒരു കേക്ക് റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ കാണുന്ന ബെൽ ഐക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.